ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിലങ്ങാട് ദുരന്തബാധിതരെ സർക്കാർ സഹായിക്കുന്നില്ലെന്ന് ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ. റോബോട്ടിക് വിദ്യാഭ്യാസത്തിന് ഈ സർക്കാർ ഊന്നൽ നൽകുന്നതായി മന്ത്രി മുഹമ്മദ് റിയാസ്. പൊതു ഇടങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമായ കാലമാണ് ഇപ്പോഴെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. വിലങ്ങാട് ദുരന്തബാധിതരെ സർക്കാർ സഹായിക്കുന്നില്ലെന്ന് ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ. വിലങ്ങാട് ദുരന്ത നിവാരണത്തിൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്തമുണ്ടായ അതേ ദിവസം അതേ രാത്രിയിലാണ് വിലങ്ങാടിലുണ്ടായ മഹാദുരന്തം. ദൈവകൃപ കൊണ്ട് മനുഷ്യജീവൻ നഷ്ടപ്പെടലിന്റെ എണ്ണം കുറഞ്ഞതല്ലാതെ ദുരന്തത്തിന്റെ ആഴം സമാനതകളില്ലാത്തതായിരുന്നു. ഒരു മാത്യു മാച്ച് എന്ന് പറയുന്ന സഹോദരന്റെ ജീവൻ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. അത് തന്നെ വളരെ വിലപ്പെട്ടതാണെങ്കിലും ആ ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കിയാൽ അങ്ങനെയൊന്നും നിൽക്കേണ്ട ദുരന്തമായിരുന്നില്ല. അങ്ങനെ ആയിക്കിട്ടിയത് ദൈവകൃപയാൽ മാത്രമാണ്. ചൂരന്മലയിലും മുണ്ടക്കയത്തും സർക്കാരും അവിടുത്തെ ജില്ലാ ഭരണകൂടവും ഉണർന്നു പ്രവർത്തിച്ചുവെങ്കിൽ വിലങ്ങാടിന്റെ ദുരന്തത്തിൽ അന്നേ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സർക്കാരിൽ നിന്നും ജില്ലാ ഭരണകൂടത്തും ഉണ്ടായത്. വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുന്ന പോലെ സർക്കാർ വിലങ്ങാട് ദുരന്ത ബാധിതരെ പരിഗണിക്കുന്നില്ലെന്ന് ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പറഞ്ഞു. 140 പേരാണ് ദുരന്തത്തിന് ഇരയായവർ. എന്നാൽ സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് 53 പേർക്ക് മാത്രമാണ്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞവർക്ക് പോലും സർക്കാർ സഹായം നൽകിയില്ല. ഇരകൾക്ക് സഹായം നൽകാതെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് പോലെയുള്ള പരിപാടികളിലൂടെ ധൂർത്ത് നടത്തുകയാണ് സർക്കാർ എന്നും പ്രവീൺ കുമാർ ആരോപിച്ചു. ഇതിൽ കൃത്യമായ കൃത്യവിലോപമുണ്ട്. ഇതിനകത്ത് കൃത്യമായ അമാന്തമുണ്ട്. ഇതിൻ്റെ അകത്ത് കൃത്യമായ ദിശാബോധക്കുറവോ അല്ലെങ്കിൽ ജാഗ്രത കുറവോ ഉണ്ടായിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ ഭാഗത്തുണ്ടായ വലിയൊരു വീഴ്ചയാണ്. പണമില്ല എന്ന് സർക്കാരിന് പറയാൻ സാധിക്കില്ല. സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ജനുവരി 22-ന് ഇരകളുടെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും. കളക്ടറേറ്റ് പടിക്കൽ നടത്തുന്ന പ്രതിഷേധം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോബോട്ടിക് വിദ്യാഭ്യാസത്തിന് ഈ സർക്കാർ ഊന്നൽ നൽകുന്നതായി മന്ത്രി മുഹമ്മദ് റിയാസ്. ശതം സഫലം അത്തോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അത്തോളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങൾ ശതം സഫലം സമാപിച്ചു. സമാപനവും സാംസ്കാരിക സമ്മേളനവും മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സർക്കാരിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് IT അനുബന്ധ വിദ്യാഭ്യാസത്തിനാണ് മുൻഗണന നൽകിയിരുന്നതെങ്കിൽ ഈ സർക്കാർ റോബോട്ടിക് വിദ്യാഭ്യാസത്തിലേക്കാണ് കടന്നിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത അധ്യയന വർഷം മുതൽ 7, 9, 10 ക്ലാസുകളിലെ ICT പാഠപുസ്തകത്തിൽ നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് എന്നിവ പാഠ്യവിഷയമായി ഉണ്ടാകുമെന്നും മന്ത്രി റിയാസ് കൂട്ടിച്ചേർത്തു. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിരുന്നവർ ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് നാം കാണുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ മേന്മ കൂടിയാണത്. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടാണ് രാജ്യത്ത് പൊതുവെ മുന്നോട്ട് വെക്കുന്നതെങ്കിലും പല സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാവുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത.
കൺസ്യൂമർ ഫെഡ് ചെയർമാനും പൂർവ്വ വിദ്യാർത്ഥിയുമായ എം മെഹബൂബ് ഉപഹാര സമർപ്പണം നടത്തി. സ്കൂളിന് സ്ഥലം നൽകിയ ഗിരിജ, ബി കെ വാസുദേവൻ, മോഹനൻ കവലയിൽ എന്നിവർ ഉപഹാരം സ്വീകരിച്ചു. പരിപാടിയിൽ കെ എം സച്ചിൻ ദേവ് MLA അധ്യക്ഷനായിരുന്നു. കാപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാബുരാജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ മീന, അത്തോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജേഷ് CK, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനീഷ് നടുവിലയിൽ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, അത്തോളി. കൊയിലാണ്ടിയിൽ UA ഖാദർ സാംസ്കാരിക പാർക്ക് തുറന്നു. ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. പൊതുയിടങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമായ കാലമാണ് ഇപ്പോഴെന്ന് മന്ത്രി പറഞ്ഞു. നഗരവാസികൾക്ക് സന്തോഷകരമായ സായാഹ്നങ്ങൾ ചെലവഴിക്കുന്നതിനായി സ്നേഹാരാമങ്ങളും ഹാപ്പിനെസ് പാർക്കുകളും നിർമ്മിക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് കൊയിലാണ്ടി നഗരസഭ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച UA ഖാദർ സാംസ്കാരിക പാർക്ക് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന്റെ കിഴക്കുഭാഗത്ത് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പന്തലായനിയുടെ കഥാകാരൻ UA ഖാദറിന്റെ സ്മരണാർത്ഥമുള്ള പാർക്കിന് വ്യവസായി ബാലൻ അമ്പാടിയാണ് പിന്തുണ നൽകിയത്. പൊതു ഇടങ്ങൾ ഇല്ലാതെ പോയതാണ് കൂടിച്ചേരലുകൾ ഇല്ലാതാവാൻ കാരണമെന്നും കൊയിലാണ്ടി നഗരസഭയുടെ പുതിയ സംരംഭം മാതൃകയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രചോദനവുമാണെന്നും മന്ത്രി പറഞ്ഞു. കൊയിലാണ്ടി എന്ന് പറയുന്നത് വൃത്തിയുടെ, ഭംഗിയുടെ, മനുഷ്യരോട് ദയാപൂർവം പെരുമാറുന്ന ഭരണകൂടങ്ങളുടെ ഒരു ആസ്ഥാനമായി മാറും. അത് വൈകുന്നേരങ്ങളിൽ ലഭിക്കുന്ന ശുദ്ധവായു നമുക്ക് നൽകുന്ന ഊർജത്തിലൂടെ ഉണ്ടാകുന്നത്. ഇത് നല്ലൊരു സംരംഭമാണ്. ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ മറ്റ് സ്ഥലത്തും ആരംഭിക്കാൻ ഇതൊരു മാതൃകയും പ്രചോദനവുമായി തീരും എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പൊ കാശ് ചെലവായി ഞാൻ ചോദിച്ചില്ല, അങ്ങനെ നിൽക്കട്ടെ. കാശ് ചെലവായെന്ന് പറഞ്ഞാൽ കാശില്ലാതെയും കാശ് ചെലവാക്കാതെയും കാര്യമുണ്ടാകും. ഉദ്ഘാടന ചടങ്ങിൽ കാനത്തിൽ ജമീല MLA അധ്യക്ഷത വഹിച്ചു. ബാലൻ അമ്പാടി ഉപഹാരം സ്വീകരിച്ചു. നഗരസഭാ അധ്യക്ഷ സുധാ കിഴക്കേപ്പാട്ട്, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് K സത്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KA ഇന്ദിര, K ഷിജു, നഗരസഭാ സെക്രട്ടറി ഇന്ദു S ശങ്കരി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രതിഷേധ മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അബ്ദുൽ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SDPI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അബ്ദുൽ ജബ്ബാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് K ജലീൽ സഖാഫി അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി K ഷമീർ, സെക്രട്ടറി PV മുഹമ്മദ് ഷിജി, സിദ്ദീഖ് കരുവമ്പൊയിൽ, ശബ്നം തച്ചമ്പൊയിൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാജു കാഡോ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന 13ാമത് ഓൾ ഇന്ത്യ ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ആൻഡ് ഫുൾ കോൺടാക്ട് ഓപ്പൺ ടൂർണമെന്റിന് ഇൻഡോർ സ്റ്റേഡിയം വേദിയാകും. ജനുവരി 18-നും 19-നുമാണ് മത്സരങ്ങൾ നടക്കുക. ഇതിന്റെ ടൂർണമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ ഇനം ആയോധന കലകൾ ഒരുമിച്ച് ഒരു വേദിയിൽ മത്സരം കാഴ്ചവെക്കുന്ന ഒരു മത്സരം കൂടിയാണ്. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ആസാം, ഒറീസ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നായി 1500ഓളം പേർ 2 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. 6, 8, 9, 11, 12, 14, 15, 17, 18-ന് മുകളിൽ സീനിയർ എന്നിങ്ങനെ ഏജ് കാറ്റഗറിയിൽ വെയിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും മത്സരങ്ങൾ. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക മത്സരങ്ങളും നടക്കും. സീനിയർ വിഭാഗത്തിൽ കരാട്ടെ, കിക്ക് ബോക്സിംഗ് എന്നീ വിഭാഗത്തിൽ പ്രത്യേകമായിട്ടായിരിക്കും മത്സരം. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും നൽകും. മത്സരത്തിൽ പങ്കെടുക്കുന്ന കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തുള്ള എല്ലാവർക്കും താമസവും യാത്രാ ചെലവും കാജു കാഡോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമി ഒരുക്കി നൽകും. എല്ലാ വിന്നേഴ്സ് ആവുന്നവർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ട്രോഫിയും വിന്നേഴ്സിന് ക്യാഷ് പ്രൈസും വെച്ചിട്ടാണ് ടൂർണമെന്റ് നടത്തുന്നത്. അപ്പോൾ ഫുൾ കോൺടാക്ട് ടൂർണമെന്റ് ആണ്. അതേപോലെ തന്നെ കിക്ക് ബോക്സിംഗിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാറ്റഗറിയും വെക്കുന്നുണ്ട് ടൂർണമെന്റ് സീനിയേഴ്സിന്. ജനുവരി 18, 19 തീയതികളിലായാണ് കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടക്കുക. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫലി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ആംബുലൻസ് കാര്യങ്ങൾ, ഡോക്ടേഴ്സ്, എല്ലാ കാര്യങ്ങളും ഫുൾ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഗ്രാൻഡ് മാസ്റ്റർ M ദിലീപ് കുമാർ, VK മോഹൻദാസ്, പത്മനാഭൻ NP, കബീർ സലാല, റൺഷി ജയരാജ്, റൺഷി രാഗേഷ്, സെൻസായി ദിൽജിത്ത് മാപ്പാല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പേരോത്ത് രാജീവൻ അനുസ്മരണ പരിപാടികൾ CPM-ന്റെ നേതൃത്വത്തിൽ നടുവട്ടത്ത് സംഘടിപ്പിച്ചു. പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. CPM നടുവട്ടത്ത് സംഘടിപ്പിച്ച പേരോത്ത് രാജീവൻ രക്തസാക്ഷി ദിന അനുസ്മരണ സമ്മേളനം പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സുർജിത്ത് ജനറൽ സെക്രട്ടറിയായ ഘട്ടത്തിൽ AK ഗോപാലൻ ഭവനിൽ ഡൽഹിയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പാർട്ടിയുടെ PB നേതാക്കൾക്കുള്ള എല്ലാ കാലത്തേക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾ തരാം, നിങ്ങൾ പേര് വിവരങ്ങൾ തന്നാൽ മതി, എവിടെയാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് ആ യാത്രയുടെ മുഴുവൻ ചെലവ് ഞങ്ങൾ എടുത്തോളാം. അതിന് സുർജിത്ത് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ കയറി വന്ന ഒരു അതിഥിയായതുകൊണ്ട് ചവിട്ടി പുറത്താക്കുന്നില്ല, അത് പിന്നീട് നിയമം റദ്ദാക്കിയത് കൊണ്ടല്ലേ ഇപ്പം ഇലക്ടറൽ ബോണ്ടിലൂടെ പണം പിരിക്കാൻ കഴിയാത്തത്. ആ നിയമം റദ്ദാക്കാൻ കാരണം CPM-ന്റെ ഇടപെടലാണ്. ഫറൂഖ് ഏരിയ സെക്രട്ടറി T രാധാഗോപി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PA മുഹമ്മദ് റിയാസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഗിരീഷ്, ഏരിയ കമ്മിറ്റി അംഗം P രഞ്ജിത്ത് എന്നിവരും സംസാരിച്ചു. ബേപ്പൂർ, നടുവട്ടം ഈസ്റ്റ്, അരക്കിണർ, മാത്തോട്ടം ലോക്കൽ കമ്മിറ്റികളിലെ എല്ലാ ബ്രാഞ്ചുകളിലും പ്രഭാത ബേരി നടന്നു. പ്രകടനമായി എത്തിയ പ്രവർത്തകർ രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ യൂത്ത് പാർലമെന്റ് 2025 സംഘടിപ്പിച്ചു. അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. FDSJ ക്ലബ്ബാണ് പരിപാടി നടത്തിയത്. കേരള സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യത്തിനും സാമൂഹ്യനീതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ രൂപീകരിച്ചിരിക്കുന്ന വേദിയാണ് ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചും പാർലമെന്റ് നടപടികളെ സംബന്ധിച്ചും അവബോധം വളർത്തുക, വിദ്യാർത്ഥികൾക്ക് വ്യക്തിത്വ വികസനം സാധ്യമാക്കുക തുടങ്ങിയ വിപുലമായ ലക്ഷ്യങ്ങളോടെയാണ് വേദി പ്രവർത്തിക്കുന്നത്. അത് ശരിക്കും ഇന്റേണലൈസ് ചെയ്തുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ച് അത് മനസ്സിലാക്കി നാളത്തെ ജനാധിപത്യത്തിന്റെ കാവൽ ഭടന്മാരായി നമ്മുടെ കുട്ടികൾ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് യൂത്ത് പാർലമെന്റ്. നമ്മൾ ഒരുപക്ഷെ TV കാണുന്നത് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളൊന്നും ഒരുപക്ഷെ നമ്മൾ കാണുന്നുണ്ടാവില്ല. അതിനപ്പുറമായി എന്തെങ്കിലും സമരമോ മറ്റോ ഉണ്ടാകുമ്പോഴാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അതിനപ്പുറമായി ഒരു രാജ്യത്തിന്റെ
ഭരണനിർവഹണം എങ്ങനെയാണ് നടക്കുന്നത്, നിയമനിർമ്മാണം എങ്ങനെയാണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെ പരിപാടികളാണ് ഉള്ളത് എന്ന് ഇതിൽ ഓരോ ആളുകളും ഇന്റർലൈസ് ചെയ്യുകയും അത് അനുഭവിച്ചറിയുകയും ചെയ്യുന്ന അതിനൊരു അവസരമാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് യൂത്ത് പാർലമെന്റ്. കുണ്ടുങ്ങൽ കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ FDSJ ക്ലബിന്റെ നേതൃത്വത്തിൽ മോഡൽ പാർലമെന്റ് മത്സരം സംഘടിപ്പിച്ചു. MLA അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് MP ജംഷീദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ PS അസൻകോയ, കോർപ്പറേഷൻ കൗൺസിലർ P മുഹസിന, കാലിക്കറ്റ് ഗേൾസ് ഹെഡ്മിസ്ട്രസ് MK സൈനബ, VHC പ്രിൻസിപ്പൽ PM ശ്രീദേവി, FDSJ ജില്ലാ കോർഡിനേറ്റർ ബിജു E, HSS സ്റ്റാഫ് സെക്രട്ടറി നൂഹ് K, വിദ്യാർത്ഥി പ്രതിനിധി ഫാത്തിമ സമീറ AP, FDSJ കോർഡിനേറ്റർ MK ഫൈസൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ 50-ാം വാർഡിൽ കയറ്റിച്ചിറ മല്ലശ്ശേരി റോഡ് ഗതാഗത യോഗ്യമായി. റോഡിന്റെ ഉദ്ഘാടനം AK റീമ സനിൽകുമാർ നിർവഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ വാർഷിക പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് നടുവട്ടം 50-ാം ഡിവിഷനിൽ നിർമ്മിച്ച കയറ്റിച്ചിറ മല്ലശ്ശേരി റോഡ് AK റീമ സനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ K കൃഷ്ണകുമാരി അധ്യക്ഷത വഹിച്ചു. 49-ാം ഡിവിഷൻ കൗൺസിലർ കൊല്ലരത്ത് സുരേഷ്, മുരളി കക്കാടത്ത്, ഡിവിഷൻ കൺവീനർ KC അനൂപ്, T അഹമ്മദ് കബീർ എന്നിവരും സംസാരിച്ചു. പേരോത്ത് പ്രകാശൻ, സിന്ധു A തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവെടുത്ത് കോഴിക്കോട് ചെറുവണ്ണൂർ കൊളത്തറ സ്വദേശി പ്രേമൻ പറനാട്ടിൽ. വിവിധ ഇനങ്ങളിലുള്ള 15ഓളം പച്ചക്കറികളാണ് ഗ്രോ ബാഗുകളിൽ ഇദ്ദേഹം കൃഷി ചെയ്തത്. തക്കാളി, വെണ്ട, കാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട്, കൊത്തമര, വഴുതന, മുളക്, ബ്രോക്കോളി, പടവലം, കയ്പ, മഞ്ഞൾ, ഇഞ്ചി, ചീര തുടങ്ങി 15ഓളം പച്ചക്കറികളാണ് പ്രേമന്റെ മട്ടുപ്പാവിൽ വിളവെടുപ്പിനായി നിൽക്കുന്നത്. ചകിരിച്ചോറ്, ചാണകം, കരിയില എന്നീ ജൈവവളങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ വിഷരഹിതമായ രീതിയിൽ കൃഷി ചെയ്തെടുക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആശയം. കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പാരാലീഗൽ വളണ്ടിയർ കൂടിയാണ് പ്രേമൻ പറനാട്ടിൽ. സംസ്ഥാന സർക്കാരിന്റെ ഒരു മുറം പച്ചക്കറി എന്ന മത്സരത്തിൽ സമ്മാനാർഹനായ ഇദ്ദേഹം ആലപ്പുഴ സരോജിനി ദാമോദർ ഫൗണ്ടേഷൻ ജൈവകൃഷിക്കുള്ള പ്രോത്സാഹന അവാർഡും എറണാകുളത്ത് വെച്ച് നടന്ന 3 ലക്ഷം കൃഷിക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ നടത്തിയ ജൈവകൃഷി മത്സരത്തിൽ കോഴിക്കോട് ജില്ലയിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. കൃഷിവകുപ്പിന്റെ മേൽനോട്ടവും സഹകരണവും ലഭിക്കുന്നുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. ഈ പച്ചക്കറിയിലുള്ള കീടനാശിനികളുടെ അഭാവം മൂലം ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു പ്രചരണം എന്ന രീതിയിൽ പച്ചക്കറി സ്വന്തം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിലെ പച്ചക്കറി വീടുകളിലേക്കുള്ളത് ഉണ്ടാക്കണമെന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സംഗതിയാണ്. പ്രദേശത്തെ വിവിധ സംഘങ്ങൾ നടത്തുന്ന കൂട്ടുകൃഷിയിൽ പങ്കുചേരുന്ന ഇദ്ദേഹത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. വീട്ടിലെ മട്ടുപ്പാവിലെ കൃഷിയിൽ സഹായിക്കാൻ ഭാര്യയും കൂട്ടിനുണ്ട്. വീടിന്റെ പേരായ സ്വപ്നം എന്നത് മുറ്റത്തെ വെർട്ടിക്കൽ ഗാർഡനിലും മനോഹരമായി തീർത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജയിൽ അന്തേവാസികൾക്ക് ധ്യാന പരിശീലനം നടത്തി. കാലിക്കറ്റ് NIT ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ വർഗീസ് മാത്യുവിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്.
കാലിക്കറ്റ് NIT സെന്റർ ഫോർ ഇന്ത്യൻ നോളജ് സിസ്റ്റംസിന്റെയും യോഗ ആൻഡ് ഹോളിസ്റ്റിക് വെൽനസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജയിൽ അന്തേവാസികൾക്കായി ധ്യാന പരിശീലനം നടത്തി. അന്തേവാസികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ട് ജയിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ധ്യാന പരിശീലനം കാലിക്കറ്റ് NIT ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ധ്യാനത്തിന്റെ നിശബ്ദതയിൽ നിന്നും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജയിൽ വെൽഫെയർ ഓഫീസർ KK സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പ്രസാദ് കൃഷ്ണയെ ജയിൽ സൂപ്രണ്ട് KV ബൈജു പൊന്നാട അണിയിച്ച് ആദരിച്ചു. NIT ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് ചെയർപേഴ്സൺ പ്രൊഫസർ R ശ്രീധരൻ, പ്രോഗ്രാം കോർഡിനേറ്ററും NIT റിസർച്ച് സ്കോളറുമായ പ്രൊഫസർ വർഗീസ് മാത്യു, ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരായ PK പ്രകാശൻ, A ജാഫർ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മനു കണ്ടോത്ത്, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ TV സോമിത്ത് എന്നിവർ പ്രസംഗിച്ചു. ആഴ്ചയിൽ 2 ദിവസം ധ്യാന പരിശീലനം നടത്താമെന്ന് NIT അധികൃതർ ജയിൽ വകുപ്പിനെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം വളരെ ഗംഭീരമായി നടന്നു. ക്ഷേത്രം തന്ത്രി ചാത്തനാട്ടില്ലത്ത് ശ്രീ രമേശൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് AP സായി നാരായണൻ, PR സുനിൽ സിംഗ്, PS വിജയകുമാർ, PN ഗോപികുമാർ, TV നാരായണൻ, മേൽശാന്തി കൃഷ്ണദാസ് എന്നിവർ നേതൃത്വം നൽകി. മലയാളം മാതൃഭാഷ അല്ലാത്ത കുട്ടികൾ മലയാള ഭാഷ കേട്ട് മനസ്സിലാക്കുന്നതിനും സംസാരിക്കുന്നതിനും വായിക്കുന്നതിനും എഴുതുന്നതിനുമുള്ള പ്രാപ്തി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി URC സൗത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മീട്ടി മലയാളം പഠന പോഷണ പരിപാടി പുതിയറ BMUP സ്കൂളിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK നാസർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ലൈസമ്മ വർഗീസ് K സ്വാഗത പ്രസംഗം നടത്തി. SSG കൺവീനർ മുസമ്മിൽ PM, ഷജീർ ഖാൻ വയ്യാനം, ജെസി ശാലിനി, നിജിന സൂസൻ ആഗ്നസ്, ബീന ജോസഫ് എന്നിവർ സംസാരിച്ചു. KP നെടിയനാടിന്റെ കെടാവിളക്ക് എന്ന കവിതാ സമാഹാരം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ PP ശ്രീധരനുണ്ണി നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൌഹർ പൂമംഗലത്തിന് നൽകി പ്രകാശനം ചെയ്തു. T ലോഹിതാക്ഷൻ ആധ്യക്ഷം വഹിച്ചു. CK സലീം, N സദാനന്ദൻ, UK മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, KP അക്ഷയകുമാർ, PV അശോകൻ, PI വാസുദേവൻ നമ്പൂതിരി, ഷംസുദ്ദീൻ പട്ടനിൽ, രാധാ സി എന്നിവർ സംസാരിച്ചു. KP നെടിയനാട് മറുപടി പ്രസംഗം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിലങ്ങാട് ദുരന്തബാധിതരെ സർക്കാർ സഹായിക്കുന്നില്ലെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ. റോബോട്ടിക് വിദ്യാഭ്യാസത്തിന് ഈ സർക്കാർ ഊന്നൽ നൽകുന്നതായി മന്ത്രി മുഹമ്മദ് റിയാസ്. പൊതു ഇടങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമായ കാലമാണ് ഇപ്പോഴെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.